വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാമത്തെ അധ്യായം 36-ാമത്തെ വാക്യം. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി. അവർ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു. സുവിശേഷത്തിൻ്റെ താളുകൾ മറിക്കുമ്പോൾ നാം കണ്ടുമുട്ടുന്ന ചില അതിമനോഹരമായ ദൃശ്യങ്ങൾ യേശു പാപികളും രോഗികളും ആലംബഹീനരും പരിഭ്രാന്തരും നിസ്സഹായരുമായ ദൈവമക്കളുടെ അടുക്കിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്കൊരു പുതിയ പ്രത്യാശയും പ്രതീക്ഷയും കൊടുക്കുന്ന രംഗങ്ങളാണ്. അവിടെ ദൈവത്തിൻ്റെ അനുകമ്പയും ആർദ്രതയും അണപൊട്ടി ഒഴുകുന്നത് നാം കാണുന്നു. ഈശോയുടെ നാമത്തിൽ ജീവിക്കുകയും ഈശോയുടെ വചനങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന ഒരു കുടുംബനാഥൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നിങ്ങളെ അറിയിക്കുവാനായി എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ബെൽത്തങ്ങാടി രൂപതയിൽപ്പെട്ട ഗണ്ടിവാകയിൽ ഇടവകയിലുള്ള സിയോൻ ആശ്രമത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഉറുമ്പൻ പൗലോസ് അദ്ദേഹ ധർമ്മപത്രി പത്നിയായ മേരിയും കുടുംബാംഗങ്ങളും ചേർന്ന് നടത്തുന്ന അതിമനോഹരവും കർത്താവിന് പ്രിയപ്പെട്ടതുമായ സ്ഥാപനമാണ് സിയോൻ ആശ്രമം. നമുക്കൊന്ന് കുട്ടപ്പൻ ചേട്ടൻ എന്ന് വിളിക്കുന്ന പൗലോസിനെയും ജീവിത പങ്കാളിയായ മേരിയെയും കുടുംബത്തെയും പരിചയപ്പെടാം. എൻ്റെ പേര് പൗലോസ് ഉറുമ്പൻ എന്നാണ്. ഈ സ്ഥാപനം തുടങ്ങിയത് 1999 മാർച്ച് 22-ാം തീയതിയാണ്. ഇത് അടുത്തിരിക്കുന്നത് എൻ്റെ ഭാര്യയാണ്, മേരിയാണ് അദ്ദേഹത്തിൻ്റെ പേര്. കർണാടകയിലെ ബെൽത്തങ്ങാടി രൂപതയിൽ കൂടുതൽ ആളുകളും കൃഷിക്കായി കേരളത്തിൽ നിന്നും കുടിയേറി പാർത്ത കർഷക കുടുംബങ്ങളാണ്. ഞങ്ങൾ കേരളത്തിൽ എറണാകുളം ജില്ലയിൽ ആലുവ താലൂക്ക് അങ്കമാലി മഞ്ഞപ്പുറ എന്ന പ്രദേശമായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങളുടെ വീട്ടിൻ പേര് ഉറുമ്പൻ എന്നായിരുന്നു. എൻ്റെ അപ്പൻ്റെ പേര് ചെറിയാൻ എന്നായിരുന്നു. ഞങ്ങൾ കേരളത്തിൽ നിന്ന് 1952 കർണാടകയിലേക്ക് കുടിയേറി. കർണാടകയിൽ മംഗലാപുരം ജില്ല ബെൽത്തങ്ങാടി താലൂക്ക് നെരിയ എന്ന വില്ലേജിൽ ഗണ്ടിഭാഗം എന്ന സ്ഥലത്തേക്കാണ് ഞങ്ങൾ കുടിയേറുന്നത്. പൗലോസിന്റെ 26-ാം വയസ്സിൽ ഇണയും തുണയുമായി ദൈവം മേരിയെ നൽകി. മനുഷ്യസ്നേഹത്തിന്റെ വലിയൊരു ശുശ്രൂഷ നടത്താനായി അനാദിയിലെ ദൈവം തെരഞ്ഞെടുത്ത 2 വ്യക്തികളെ ദൈവം അന്ന് യോജിപ്പിക്കുകയായിരുന്നു. 1978 ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് ഇവിടെ വരുമ്പോൾ ചേട്ടൻ ഇങ്ങനെ പോലെ കൃഷിപ്പണിയും പിന്നെ വ്യാപാരം ഇങ്ങനെ പുല്ലിൽ മല ഇങ്ങനെയൊക്കെ എടുത്ത് കരാറൊക്കെ എടുത്ത് ഇങ്ങനെ ചെയ്തിരുന്ന പണികളായിരുന്നു. അങ്ങനെ ഞങ്ങളിങ്ങനെ എല്ലാം കൃഷി ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് എൻ്റെ മൂത്ത മകളുണ്ടായി. മൂത്ത മകളുടെ പേര് ശോഭ, രണ്ടാമത്തെ മകൻ്റെ പേര് സുഭാഷ്, മൂന്നാമത്തെ മകളുടെ പേര് സൗമ്യ, നാലാമത്തെ മകളുടെ പേര് ഷൈനി. വർഷങ്ങൾക്ക് മുമ്പ് ഞാനും ഡാഡി ഒരു പേപ്പർ വർക്കിന് വേണ്ടി ബാംഗ്ലൂരിൽ പോയിരുന്നു. ആ സമയത്ത് അപ്രത്യക്ഷമായ എൻ്റെ ചെരുപ്പ് പൊട്ടിപ്പോയി. അപ്പോൾ ചെരുപ്പ് ശരിയാക്കാൻ വേണ്ടി ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു ചെരുപ്പുത്തി കണ്ടെത്തി. ഞാൻ ചെരുപ്പുത്തി എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെരുപ്പത്തിൽ അടുത്തൊരു കൊച്ചോടി ഇരിക്കുന്നത് കണ്ടു, ഒരു പെൺകുട്ടി ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ ഞാനിത് അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ചെരുപ്പുത്തിയുടെ മോളല്ല എന്ന്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു വിഷമം തോന്നി. കൊച്ചിനെ ഇവിടെ തന്നെ വിട്ടിട്ട് പോയെങ്കിൽ കൊച്ചിൻ്റെ സ്ഥിതി എന്താകുമെന്ന്. ആരോരുമില്ലാത്ത അനാഥ കുട്ടികളെ റോഡരികിലും റെയിൽവേ സ്റ്റേഷനിലും കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ സഹതാപം തോന്നാറുണ്ട്. കുട്ടപ്പൻ ചേട്ടന്റെയും മേരി ചേച്ചിയുടെയും മൂന്നാമത്തെ മകളായ സൗമ്യയ്ക്ക് ആ കുഞ്ഞിന്റെ പരിതാപകരമായ അവസ്ഥ കണ്ടപ്പോൾ സഹതാപം തോന്നുക മാത്രമല്ല, അവൾക്കൊരു ഭാവി കൊടുക്കണം എന്ന അതിയായ ആഗ്രഹം തോന്നി. സൗമ്യ ബാംഗ്ലൂരിലെ ആ തിരക്കേറിയ റോഡരികിൽ കണ്ടുമുട്ടിയ ആരോരുമില്ലാത്ത ആ പെൺകുട്ടി ഇന്ന് എവിടെയാണ്? എനിക്ക് 6 വയസ്സുണ്ട്. അപ്പോൾ ഞാൻ ബാംഗ്ലൂരിൽ ഒരു ദിവസം എൻ്റെ അമ്മച്ചി ഒന്ന് ബസ് സ്റ്റാൻഡിൽ രാവിലെ നിർത്തിയിട്ട് പോയിട്ട് വൈകിട്ടായാലും വന്നില്ല. സോ അവിടെ നിയർ ബൈ ഉണ്ടായിരുന്ന ഒരു ചെരുപ്പ് തയ്ക്കുന്ന ഒരു ഷോപ്പിൻ്റെ ആൻറ്റി എന്നോട് ചോദിച്ചു, നീ എന്തിനാണ് ഇവിടെ നിൽക്കുന്നതെന്ന്. സോ അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, എൻ്റെ അമ്മച്ചി കൊണ്ടുവന്ന് വിട്ടിട്ട് പോയിട്ട് അവർ ഇതുവരെ വന്നിട്ടില്ല എന്ന്. സോ അത് കാരണം അവരെന്നെ അവരുടെ വീട്ടിലോട്ട് കൊണ്ടുപോയിട്ട് അവിടെ ഉണ്ടായിരുന്നു ഞാൻ ഫ്യൂ ഡേയ്സ്. സോ അപ്പോൾ ഒരു ദിവസം സൗമ്യച്ചിയുടെ ചെരുപ്പ് പൊട്ടിപ്പോയി എന്ന് പറഞ്ഞിട്ട് അവിടെ തയ്പ്പിക്കാൻ വേണ്ടി വന്നപ്പോൾ അപ്പോൾ എന്നോട് എൻ്റെ പേരൊക്കെ ചോദിച്ചു. എന്നിട്ട് ആൻറ്റിയോട് ചോദിച്ചു, ഇത് നിങ്ങളുടെ ലൈക്ക് ഡോട്ടറാണോ എന്ന്. സോ അപ്പോൾ അവർ പറഞ്ഞു, അല്ല, അവർ ഞങ്ങളുടെ മകളല്ല എന്ന്. സാധാരണ സൗമ്യേച്ചി അവരോട് ചോദിച്ചു, ഞാൻ കൊണ്ടുപോയിട്ട് പഠിപ്പിച്ചോട്ടെ എന്ന്. അത് കാരണം അവർ ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് ആശ്രമത്തേക്ക് വന്നപ്പോൾ ഞാൻ ഇവിടെ വന്ന ശേഷമാണ് പഠിക്കാൻ തുടങ്ങിയത്. സോ എൻ്റെ പ്രൈമറി ഞാനിവിടെ കംപ്ലീറ്റ് ആക്കി.
അത് കഴിഞ്ഞിട്ട് എൻ്റെ ഹൈസ്കൂൾ ഞാൻ ലിറ്റിൽ ഫ്ലവർ ഇംഗ്ലീഷ് മീഡിയത്തിനകത്ത് 10th വരെ ഞാൻ അവിടെ കംപ്ലീറ്റ് ആക്കി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് സെക്കൻഡ് പി യു വരെ SDM കോളേജിനകത്ത് പഠിച്ചു. എന്നിട്ട് ഇപ്പോൾ ഞാൻ ഫാദർ മുല്ലേഴ്സിൽ നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്നു, 3rd ഇയറിലാണ്. ഒരിക്കലൊരു വ്യക്തി തൻ്റെ ചുറ്റുപാടുമുള്ള സഹോദരങ്ങളുടെ ദുരിതങ്ങളും വേദനകളും കണ്ട് മനസ്സുമടുത്ത് ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു: ദൈവമേ, നീ കാണുന്നില്ലേ ഈ വേദനകളും ദുരിതങ്ങളും? ദൈവമേ, നീ എന്താ ഒന്നും ചെയ്യാത്തത്? അവൻ ദൈവത്തിൻ്റെ സ്വരം കേട്ടു: ഞാൻ അവർക്കായി നിന്നെ സൃഷ്ടിച്ചു. എൻ്റെ മോള്, മൂത്ത മോള് അലീൻ. എനിക്ക് 2 കുട്ടികളാണ്, 2 പെൺമക്കൾ. ഈ പിള്ളേരുടെ പോണക്ക് തന്നെയാണ് എനിക്ക് ശ്വേതയും. അവളെൻ്റെ ഒരു കുഞ്ഞനിത്തി പോണക്ക് തന്നെ വളർന്നത്. ഇവിടെ ആക്ച്വലി ആശ്രമത്തിൽ പറയുന്നത് സൗമ്യയുടെ മോളെന്നാണ്. എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ത്രൂ ആണ് ആ കൊച്ചു വന്നത്. അപ്പം അവളും അതിലൊരു ക്രെഡിറ്റാണ്, എനിക്കും അതൊരു പ്രൗഡായിട്ടാണ് തോന്നുന്നത്, എൻ്റെ മോളെ ശ്വേത എന്ന് പറയുന്നത്. നല്ലൊരു ചേട്ടത്തി അനിത്തി ബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ളത്. പിന്നെ ഇവിടെ വന്ന് കഴിഞ്ഞ ശേഷം എനിക്ക് ഡാഡി, മമ്മി, പിന്നെ ചേച്ചിമാരും പിന്നെ ചേട്ടായി നല്ല പോലെ നോക്കിയിട്ടുണ്ട്. ഇതുവരെയും എനിക്ക് ആരും ഇല്ലാത്തൊരു ഫീലിങ്സ് ഇതുവരെ വന്നിട്ടില്ല. ഞാൻ അവിടെ തന്നെ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റേജിന് വരാൻ സാധ്യതയില്ലായിരുന്നു. അവിടെ തന്നെ ഏതെങ്കിലും അവരുടെ വീട്ടിൽ തന്നെ പണിയെടുച്ചുകൊണ്ട് ജീവിക്കാനുള്ള ഒരു ഇതായിരുന്നു. ഇവിടെ വന്ന് കഴിഞ്ഞ ശേഷമാണ് എനിക്ക് ഇത്രയും എൻ്റെ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ആവാനും പിന്നെ എൻ്റെ എയിം സക്സീഡ് ആവാനുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എൻ്റെ സക്സീഡ് ആയത് ഇവിടെ വന്ന ശേഷമാണ്. വെളുത്തങ്കണ്ടി രൂപതയിലെ ഗണ്ടിബാഗിൽ അറിയപ്പെടുന്ന ഈ ഇടവക ഇന്ന് പുറലോകത്ത് അറിയപ്പെടുന്നത് തന്നെ സിയോൻ ആശ്രമത്തിൻ്റെ പേരിലാണ്. ഇവിടെ വികാരിയച്ഛൻ എന്ന നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഇടവകയിലെ ഏറ്റവും വലിയ കുടുംബമായിട്ടാണ് ഞാനിതിനെ കാണുക. 300ഓളം അംഗങ്ങളുള്ള ഒരു കുടുംബമായിട്ട്. ഇവിടുത്തെ കുട്ടപ്പഞ്ചേനെയും മേരിച്ചേച്ചിയെയും എല്ലാവരും ഇവിടുത്തെ മക്കളെല്ലാം വിളിക്കുന്നത് തന്നെ ഡാഡി, മമ്മി എന്നാണ്. അതോടൊപ്പം തന്നെ ഇവിടെ വന്നു പോകുന്നവരെല്ലാവരും ആ രീതിയിലാണ് ഇവരെ വിളിക്കുകയും കാണുകയും ഒക്കെ ചെയ്യുക. വലിയ സമ്പന്നമല്ലാത്തൊരു കുടുംബമാണ് എങ്കിൽ പോലും ഹൃദയത്തിൽ ധാരാളം സമ്പന്നതയോടുകൂടി കർത്താവിൻ്റെ വചനം ഹൃദയത്തിലേറ്റി അത് നടപ്പിലാക്കി ജീവിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി തുടങ്ങിയതാണ് ഈ സംരംഭം. കഴിഞ്ഞ 18 വർഷമായി ഇവിടെ 1650 അഗതികളെ ശുശ്രൂഷിക്കാനിടയായി. ഇത് കുടുംബ പ്രേക്ഷിതത്തിൻ്റെ വലിയൊരു മാതൃകയായിട്ട് ഞാൻ കാണുകയാണ്. ഔദ്യോഗികമായ സഭ രൂപതയിൽ നിന്ന് അല്ലെങ്കിൽ നേരിട്ട് കത്തോലിക്ക സഭയുടെ ആഭിമുഖ്യത്തിൽ അല്ലെങ്കിൽ അച്ഛന്മാർ, സിസ്റ്റേഴ്സൊക്കെ നടത്തുന്ന ധാരാളം സ്ഥാപനങ്ങൾ നമുക്കിന്ന് സഭയിലുണ്ട്. കർത്താവിൻ്റെ വചനം പ്രാവർത്തികമാക്കി ജീവിക്കുന്ന ധാരാളമായ സ്ഥാപനങ്ങൾ നമ്മുടെ സഭയിലുണ്ട്. മദർ തെരേസയൊക്കെ വളരെ പ്രസിദ്ധമാണല്ലോ. എന്നാൽ കുടുംബങ്ങൾ, അൽമായർ ഇപ്രകാരം ചെയ്യുന്നത് ഉണ്ട് എങ്കിൽ പോലും വളരെ ദുർലഭമാണ്. വെളുത്തങ്ങാടി രൂപതയെ പോലുള്ള ചെറിയ രൂപതയിൽ ഇന്നുള്ള ഒരു മകൻ ഇപ്രകാരം ഒരു ശുശ്രൂഷയിൽ ഏർപ്പെട്ടു ഇരിക്കുന്നു എന്നുള്ളത് വലിയ സന്തോഷത്തിൻ്റെ ഒരു കാര്യമാണ്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 31 മുതൽ 32 വരെയുള്ള തിരുവചനങ്ങൾ. അവൻ അവരോട് പറഞ്ഞു: സ്വർഗരാജ്യം ഒരുവൻ വയലിൽ പാകിയ കടുകുമണിക്ക് സദൃശ്യം. അത് എല്ലാ വിത്തിനേക്കാൾ ചെറുതാണ്. എന്നാൽ വളർന്നു കഴിയുമ്പോൾ അത് മറ്റു ചെടികളേക്കാൾ വലുതായി ആകാശപ്പറവകൾ വന്ന് അതിൻ്റെ ശിഖരങ്ങളിൽ ചേക്കേറാൻ തക്കവിധം മരമായി തീരുന്നു. സിയോൻ ആശ്രമം ആ കടുകുമണിയായിരുന്നു. 1999 ദൈവിക പ്രേരണയ്ക്ക് സ്വയം സമർപ്പിച്ച് കുട്ടപ്പൻ ചേട്ടനും മേരി ചേച്ചിയും അവരുടെ 4 മക്കളും സ്വകുടുംബത്തിൽ അഗതികളെയും ആലംബഹീനരെയും താമസിക്കാനായി കൂട്ടിക്കൊണ്ടുവന്നു. അവരിൽ ക്രിസ്തുവിന്റെ മുഖം ദർശിച്ച് അവരെ ശുശ്രൂഷിക്കാനും സ്നേഹിക്കാനും തുടങ്ങി. ഇന്ന് ആ ചെറിയ കടുകുമണി വളർന്ന് പന്തലിച്ച് ഒത്തിരിയേറെ ദൈവമക്കൾക്ക് ചേക്കേറാവുന്ന ഒരു സ്നേഹമരമായി നിൽക്കുന്നു.
ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന സ്ഥലം നമ്മുടെ ഈ ആശ്രമത്തിൽ നിന്ന് മരിച്ച ആൾക്കാരുടെ കബറിടമാണ് ഈ കാണുന്നത്. ഇവിടെ ഇത്ര സമയത്തിനുള്ളിൽ 19 വർഷത്തിനുള്ളിൽ 417 ആൾക്കാരെ ഇവിടെ സംസ്കരിച്ചിട്ടുണ്ട്. ഇതിനകത്ത് എല്ലാ ജാതി മതസ്ഥരും ഉണ്ട്. ഹിന്ദു ഉണ്ട്, മുസ്ലിം ഉണ്ട്, ക്രിസ്ത്യാനി ഉണ്ട്, എന്ന് വേണ്ട എല്ലാ മതസ്ഥരും ഉണ്ട്, എല്ലാ ഭാഷക്കാരും ഉണ്ട്, എല്ലാ സ്റ്റേറ്റുകാരും ഉണ്ട്. പിന്നെ എൻ്റെ ആഗ്രഹവും ഞാനും അത് എൻ്റെ ഭാര്യ മേരി ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ മക്കളോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാലും ഇവിടെ മറ്റുള്ളവരെ എങ്ങനെ സംസ്കരിച്ചിട്ടുണ്ടോ അതുപോലെ തന്നെ ഞങ്ങളെ ഇവിടെ ശവസംസ്കാരം ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ ആഗ്രഹം അത് തന്നെയാണ്. കാരണം വെച്ചാൽ ഈ മക്കളും ഞങ്ങളായിട്ട് യാതൊരു വ്യത്യാസമില്ല. ഇവിടെ കിടക്കുന്ന ഈ മക്കളെല്ലാവരും കർത്താവിൻ്റെ മക്കളാണ്. അപ്പോൾ അതുകൊണ്ട് ആ കർത്താവിൻ്റെ മക്കളുടെ കൂടെ തന്നെ ഞങ്ങൾക്കും കിടക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അത് മക്കളോട് നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് മക്കൾ നടത്തുമെന്നുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ട്. ദേവസ്വരം ശ്രവിക്കാൻ ഒരു ദേവാലയം നിർബന്ധമാണോ? ദൈവിക പ്രേരണ തിരിച്ചറിയാൻ ഒരു വിശുദ്ധ സ്ഥലം അനിവാര്യമാണോ? മോശ ദൈവവിളി തിരിച്ചറിഞ്ഞത് ഒരു മുൾപ്പടർപ്പിൽ വെച്ചാണ്. അപ്പസ്തോലനായ പൗലോസ് ദൈവവിളി തിരിച്ചറിഞ്ഞത് ദമാസ്കസിലേക്ക് കുതിരപ്പുറത്ത് യാത്ര ചെയ്തപ്പോഴായിരുന്നു. ദൈവകരുണയുടെ ശുശ്രൂഷയായ സിയോൻ ആശ്രമം തുടങ്ങാനുള്ള ദൈവവിളി കുട്ടപ്പൻ ചേട്ടൻ തിരിച്ചറിഞ്ഞത് എവിടെ വെച്ചാണ്? ഞാൻ വീണ്ടും അവിടുന്ന് തിരിച്ച് നേരെ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് മംഗലാപുരത്തിനുള്ള ടിക്കറ്റ് എടുത്തു. വണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഏതാണ്ട് 2 മണിക്കൂർ സമയം ഉണ്ടായിരുന്നു വണ്ടി വരാനായിട്ട്. ആ സമയത്ത് കണ്ട ഒരു ദൃശ്യം എന്ന് വെച്ചാൽ നമ്മളെപ്പോലുള്ളവർ തിന്നിട്ട് ബാക്കിയുള്ള ഉച്ഛിഷ്ടം ആ താഴെ ഡ്രെയിനേജിലേക്ക് പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് അങ്ങോട്ട് എറിയുന്നു. ആ ഡ്രെയിനേജിൽ കറുത്ത വെള്ളവും തീട്ടവും മൂത്രവും ഒഴുകുന്നു. ആ ഒഴുകുന്നതിനകത്ത് വീണതായ ഉച്ഛിഷ്ടം ഈ മാനസിക എടുത്ത് തിന്നുന്നു. ഒരു തലയ്ക്ക് നിന്ന് പട്ടി തിന്നുന്നു, ഒരു തലയ്ക്ക് ഇവർ തിന്നുന്നു. ഈ ഒരു രംഗം കണ്ടുകഴിഞ്ഞപ്പോൾ ഞാൻ എന്നെ തന്നെ അറിയാതെ ഞാൻ പൊട്ടിക്കരഞ്ഞു പോയി. ദൈവമേ, എന്ത് കഷ്ടപ്പെട്ട് ഇവർ ജീവിക്കുന്നു. തമ്പുരാൻ ഇത്രയെല്ലാം നമുക്ക് തന്നിട്ടും ഇനി നമുക്ക് മതിയായി എന്നുള്ളൊരിതില്ല. ഇനിയും വേണം. നാളെ എന്തുകൊണ്ട് എനിക്ക് അഥവാ എൻ്റെ ഭാര്യ മക്കൾക്ക് ഈ അവസ്ഥ വന്നുകൂടാ? വന്നാൽ ഞാൻ സഹിക്കാൻ പറ്റുമോ? ഈ നിമിഷം ഇവർ മരിക്കുകയാണെങ്കിൽ ലാസറിൻ്റെ മരണത്തിന് തുല്യമാണ്. ഞാൻ മരിക്കുകയാണ് എൻ്റെ ആത്മാവ് ആ ധനവാൻ്റെ മരണത്തിന് തുല്യമായിട്ട് മാറുമല്ലോ എന്നിങ്ങനെ ഞാൻ വേദനിച്ചിങ്ങനെ എൻ്റെ സ്വന്തം മനസ്സിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് എനിക്കൊരു ഇൻസ്പിറേഷൻ തോന്നി, ദൈവത്തിൻ്റെ ഒരു വചനം പോലെ ദൈവവചനം എടുത്ത് വായിക്കുക എന്ന്. അപ്പോൾ എൻ്റെ ബാഗിൽ ബൈബിൾ ഉണ്ടായിരുന്നു. ബൈബിൾ എടുത്ത് വിടുത്ത വഴിക്ക്, അതായത് അന്വേഷിച്ച് കണ്ടെടുത്തിയതല്ല, ബൈബിൾ എടുത്ത് വിടുത്ത വഴിക്ക് കിട്ടിയ വചനം ഇതായിരുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 31 മുതൽ 40 വരെ വചനം. അതിനകത്ത് നമ്മുടെ അന്തിമ വിധിയെപ്പറ്റിയാണ് കർത്താവ് പറയുന്നത്. അപ്പോൾ ആ വചനം വായിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിൽ തോന്നി, ഇത് ഞാൻ ചെയ്തില്ലെങ്കിൽ എനിക്ക് രക്ഷയില്ല, ഇല്ലെങ്കിൽ ദൈവം ഈ നിമിഷം ഈ വചനം എനിക്ക് തരേണ്ട ആവശ്യമില്ലല്ലോ എനിക്ക് തോന്നി. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഈ വേല ഞാൻ ചെയ്തോളാം. സുവിശേഷത്തിൻ്റെ താളുകൾ മറിക്കുമ്പോൾ നാം വീണ്ടും വീണ്ടും വായിക്കുന്നു, യേശുവിന് അവരോട് അനുകമ്പ തോന്നി. യേശു നമ്മോട് പറയുന്നു, എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുക. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിൽ താൻ കണ്ട സഹോദരങ്ങൾ ആരോരുമില്ലാത്തവരും പരിഭ്രാന്തരും നിസ്സഹായരുമാണെന്ന് കുട്ടപ്പൻ ചേട്ടൻ തിരിച്ചറിഞ്ഞു. ദൈവം ആ നിമിഷങ്ങളിൽ കുട്ടപ്പൻ ചേട്ടന്റെ ഉള്ളിൽ ദൈവകരുണയും ആർദ്രതയും നിറച്ചു. അതൊരു കൃപയുടെ നിമിഷമായിരുന്നു. ആ റെയിൽവേ സ്റ്റേഷനിലെ കാഴ്ച കുട്ടപ്പൻ ചേട്ടന് ഒരു മുൾപടർപ്പ് അനുഭവമായിരുന്നു. അതൊരു ദമാസ്കസ് അനുഭവമായിരുന്നു. അങ്ങനെ ദൈവവിളിയും ദൗത്യവും തിരിച്ചറിഞ്ഞ കുട്ടപ്പൻ ചേട്ടന് ശുശ്രൂഷ തുടങ്ങാനായി ഒരു കടമ്പ കൂടി കടക്കേണ്ടിയിരുന്നു. പിന്നെ എങ്ങനെ ഇരുന്ന് ചിന്തിച്ചു, ഞാൻ സ്വന്തമായിട്ടൊരു തീരുമാനം എടുത്താൽ പോരല്ലോ. ഞാൻ ഒരു കുടുംബജീവിതക്കാരനാണ്, നീ ഭാര്യയുണ്ട്, മക്കളുണ്ട്, അവരോട് ആലോചിക്കണം. വീട്ടിൽ വന്നപ്പോൾ ഭാര്യയോട് ഞാൻ ഈ കാര്യം ഷെയർ ചെയ്തപ്പോൾ ഭാര്യ എന്ത് പറഞ്ഞാൽ, നല്ല കാര്യമാണ് ചെയ്യാൻ നമുക്ക്, പക്ഷെ നമുക്കിപ്പോൾ വേണ്ട, കുറച്ച് സമയം കഴിയട്ടെ. ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു പറഞ്ഞ്, നമുക്ക് 3 പെൺമക്കളുണ്ട്, ഒരു മകനുണ്ട്, ഇവരെല്ലാം വിദ്യാഭ്യാസം കൊടുക്കണം, അവരെ പെൺമക്കളെല്ലാം കെട്ടിച്ചു വിടണം, ഉത്തരവാദിത്വം നമുക്കുണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് സാവകാശം ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു,
നമ്മൾ നാളെ ഇതെല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. കാരണം ദൈവം നമുക്ക് നന്മ ചെയ്യാനായിട്ട് ഈ ഒരു നിമിഷം തന്നിട്ടുള്ളൂ, ഈ ഒരു ദിവസമുള്ളൂ. നാളെ ചെയ്യാമെന്ന് വിചാരിച്ചാൽ നമ്മൾ മരിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് നാളെ ചെയ്യാൻ സാധിക്കുമെന്ന് വരില്ല. തന്നെയല്ല, ഒരുപക്ഷെ നമ്മുടെ മക്കളെയെല്ലാം ഉന്നത വിദ്യാഭ്യാസം കൊടുത്തു. നമ്മുടെ മക്കൾക്ക് തന്നെ നാളെ ഈ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ സാധിക്കുമോ, താങ്ങാൻ പറ്റുമോ, ചിന്തിക്കാൻ പോലും വയ്യല്ലോ. എന്തുകൊണ്ട് വന്നുകൂടാ? പിന്നെ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ മക്കളും നമ്മളും, അഥവാ നമ്മളിപ്പോൾ ഈ പറയപ്പെട്ട ഈ മാനസികകൾ വഴി തിരികെ കിടക്കുന്നവരും ആയിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ അവരുടെ ആത്മാവിനും നമ്മുടെ ആത്മാവിനും യാതൊരു വ്യത്യാസവും ഇല്ല എന്ന് ഞാനാണ് പറഞ്ഞു. അപ്പം ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിലോർത്ത് ആ മാതാവ് പറഞ്ഞ പോലെ, ഇതാ കർത്താവിൻ്റെ ദാസിന്ന് മാതാവ് പറഞ്ഞ പോലെ എല്ലാം അവിടുത്തെ ഇതം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ തൊട്ട് പിന്നെ കൂടുതൽ പ്രാർത്ഥന ശക്തമായിട്ട് ചേട്ടനും ഒരു നേരം മാത്രം ഭക്ഷണം, ഉച്ചയ്ക്ക് മാത്രം ഭക്ഷണം കഴിച്ച് അങ്ങനെ കുറേ നാൾ പ്രാർത്ഥനയിലും 5 മണിയാകുമ്പോൾ എഴുന്നേറ്റ് പള്ളിയിൽ പോകും. ആ സമയത്ത് ഞാൻ ഇവിടെ ഇരുന്ന് 3 കൊന്ത മുട്ടന്നുമേ തന്നെ കുത്തി നിന്ന് 3 കൊന്ത ചെല്ലും. അത് കഴിഞ്ഞാണ് ഞാൻ പശുവിനെ കറക്കാനും മക്കൾക്ക് ആഹാരം പാകം ചെയ്യാനൊക്കെ ടീറ്റ് വരുന്നത്. എനിക്ക് ഒരു ദിവസം ഇങ്ങനെ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് എനിക്കൊരു സ്വപ്നം കണ്ടു. ഒരു പ്രായം ചെന്നൊരു കാർന്നവർ കക്കിഞ്ചയിൽ കിടക്കുകയാണ്, രോഗിയായിട്ട് കിടക്കുകയാണ്, ആരുമില്ല നോക്കാനായിട്ട്. കഴുത്തിൽ നിന്നൊക്കെ ഞാൻ പൊട്ടി ഒലിച്ച് ചിലവൊഴുകുന്നതായിട്ടൊരു രംഗം കാണുന്നു. എന്നിട്ട് ഇത് കണ്ടു. ഞാൻ രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോയി. പിറ്റേ ദിവസം എൻ്റെ മകന് കോളേജിൽ സീറ്റ് വേണമായിരുന്നു. അവന് വേണ്ടി സീറ്റിന് വേണ്ടി ഞാൻ ഈ മകനം കൊണ്ട് നേരെ ഇവിടുന്ന് മംഗലാപുരത്തേക്ക് ഇറങ്ങി. ബസ്സിന് കയറി കൃത്യമായിട്ട് ആ കക്കിഞ്ചി ചെന്ന് കഴിഞ്ഞപ്പോൾ രാത്രി ഏത് മുഖം സ്വപ്നത്തിൽ കണ്ടോ അതേ വ്യക്തി അവിടെ ആ ബാങ്കിൻ്റെ മുൻപിൽ കിടപ്പുണ്ട്. അപ്പോൾ ഇവനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ വ്യക്തിയെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, കർത്താവ് രാത്രി ഞാൻ കണ്ട മുഖമാണല്ലോ ഇത്, എന്താ ചെയ്യുന്നത്? ഇപ്പോൾ ഈ മകനെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നോ, എൻ്റെ മകന് സീറ്റിന് വേണ്ടി പോകണോ? പക്ഷെ ഞാൻ മാനുഷികതലത്തിൽ ചിന്തിച്ച് പിന്നെ വീണ്ടും എന്തായാലും മകൻ്റെ കാര്യം ആദ്യം നടക്കട്ടെ എന്ന് വിചാരിച്ച് മകനെ കൊണ്ട് ഞാൻ മംഗലാപുരം പോയി. അവിടെ ചെന്ന് സീറ്റ് ചെന്ന് ചോദിച്ചപ്പോൾ സീറ്റില്ല എന്ന് പറഞ്ഞു. വലിയ വിഷമമായി എനിക്ക്. ഉടനെ അവിടെ ചാപ്പലിൽ കയറി അവിടുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും അപ്പോൾ കർത്താവ് പറയുകയാണ്, എൻ്റെ വേല ചെയ്യാമെന്ന് നീ വാഗ്ദാനം ചെയ്തതല്ലേ, നീ അവിടുന്ന് തെറ്റി വേറെ വഴിക്കല്ലേ പോയത്, ഇതിൻ്റെ സ്വാർത്ഥം അന്വേഷിച്ച് പോയില്ലേ എന്ന് കർത്താവിനോട് സംസാരിച്ചു. അപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് എനിക്ക് തെറ്റ് പറ്റിപ്പോയി, നീ ക്ഷമിക്കണം, മാപ്പ് തരണം. നീ അങ്ങനെ കർത്താവിനോട് പ്രാർത്ഥിച്ചു. വീണ്ടും ഞാൻ തിരിച്ച് മാനം കൊണ്ടുവന്നു. എൻ്റെ മകനും ഞാനവിടെ കക്കിഞ്ചി വരുമ്പോൾ ഈ വ്യക്തി അവിടെ തന്നെ കക്കിഞ്ചി കിടപ്പുണ്ട്. അവിടുന്ന് പിന്നെ ഒരു ജീപ്പ് വാടകയ്ക്ക് വിളിച്ച് ഈ വ്യക്തിയെ ഇവിടെ കൊണ്ടുവന്നു. ആ മുറിയൊക്കെ ഒന്ന് പതുക്കെ ഒന്ന് കഴുകി കെട്ടി. അപ്പോൾ ചിലങ്ങനെ വലിച്ച് ഭയങ്കര സ്മെല്ലായിട്ട് അടുത്ത് വരെ പോകാൻ വയ്യായിരുന്നു. ഭയങ്കര പനിയുണ്ടായിരുന്നു. ഇവിടെ 2 പാരസെറ്റമോളും പനിക്കുള്ള ഗുളിയുണ്ടായിരുന്നു, അത് കൊടുത്തു. മകന് കുറച്ച് ഭക്ഷണം കൊടുത്തു, കഴിച്ച് പുള്ളിയുടെ കിടന്നു. പിറ്റേ ദിവസം രാവിലെ ഞാൻ പള്ളിയിൽ പോയിച്ച് ഇവിടെ വന്നു വെച്ച് വീണ്ടും അപ്പോൾ പള്ളി ചെന്നപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ ഇനി ഞാൻ എന്ത് ചെയ്യും എന്നാൽ. അപ്പോൾ കർത്താവ് പറയുകയാണ്, നീ ഇന്ന് മാനം കൊണ്ടുപോ, നിൻ്റെ മാനം കൊണ്ട് ഇന്ന് നീ പോ എന്നിങ്ങനെ കർത്താവിനോട് പറയുന്നതായിട്ട് എനിക്ക് തോന്നിച്ചു. അങ്ങനെ ഞാൻ വീണ്ടും പിറ്റേ ദിവസം മാനം കൊണ്ട് ഞാൻ മംഗലാപുരം പോയി. മംഗലാപുരം ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ഡയറക്ടറിനെ കണ്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അച്ഛൻ ഒരു എതിർവാക്ക് പറഞ്ഞില്ല, മകനോട് സീറ്റ് കൊടുത്തു. അപ്പോൾ കർത്താവിൻ്റെ വേല നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ പ്രതിഫലം. ഈ സ്ഥാപനം തുടങ്ങിയിട്ട് ഒരു 6 മാസക്കാലത്തോളം സ്ഥാപനത്തിന് യാതൊരു പേരും ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു. ഒരു ദിവസം ഇങ്ങനെ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് രാത്രി 2 മണിക്ക് ഒരു വചനം വായിക്കാനായിട്ടൊരു പ്രചോദനം കിട്ടി. ആ വചനം കാണിച്ചിട്ടാണ് 87 എന്ന് പറഞ്ഞൊരു അക്കമാണ് കാണിച്ചിരുന്നത്. അപ്പോൾ 87 ഏതാക്കമെന്ന് ഞാനങ്ങനെ ചിന്തിച്ചു. ഞാൻ വീണ്ടും എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിച്ചു. 87 അധ്യായം ഉള്ളത് സങ്കീർത്തനത്തിൽ മാത്രമാണ്. അതിനകത്ത് 87-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് സിയോൻ, അത് ദൈവത്തിൻ്റെ രാജ്യമാണ്. അവിടെ എല്ലാ ജനങ്ങളെയും കൂട്ടിച്ചേർക്കപ്പെടും. അവിടെ എല്ലാവരോടും കണക്ക് ദൈവം ചോദിക്കും. പിന്നെ ദൈവത്തിൻ്റെ വചനം സിയോനിൽ നിന്ന് എല്ലാ സ്ഥലത്തേക്കും പ്രചരിക്കണം എന്നാണ് ആ വചനം 1 മുതൽ 6 വരെ വചനം പറയുന്നത്. അപ്പോഴാണ് ഈ സ്ഥാപനത്തിന് സിയോൻ എന്ന് ഒരു പേര് കൊടുക്കാനായിട്ട് മനസ്സിൽ തോന്നി. അങ്ങനെയാണ് അന്ന് മുതലാണ് സിയോനാസം എന്ന് പേര് കൊടുത്തത്. ഇവിടെ വിശുദ്ധ കുർബാന വയ്ക്കുവാനായിട്ട് എന്നോട് അനുവാദം ചോദിക്കുകയും ഞാൻ അനുവാദം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെ വിശുദ്ധ കുർബാന പരസ്യമായി 24 മണിക്കൂറും എഴുന്നള്ളിച്ച് വെച്ചിട്ടുണ്ട്. ആരാധന നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആഴ്ചയിൽ ഒരു ദിവസം അവിടെ വിശുദ്ധ കുർബാന നടക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിന് ഇടവക വികാരിച്ചിൻ്റെയും സിസ്റ്റേഴ്സിൻ്റെയും ഒക്കെ സഹകരണമുണ്ടെന്നുള്ള കാര്യം എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. വിശുദ്ധ കുർബാന ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റുകയില്ല.
വിശുദ്ധ കുർബാന ഈ സ്ഥാപനത്തിൽ വേണമെന്ന് കുട്ടപ്പൻ നിർബന്ധം പിടിക്കുകയും ശാഠ്യം പിടിക്കുകയും ചെയ്തതിൻ്റെ പേരിലാണ് ഞാൻ അനുവദിക്കാനായിട്ട് ഇടയായത്. പക്ഷേ അതൊരു അനുഗ്രഹമായി, ഒരു ദിവികാരുണ്യ അത്ഭുതമായിട്ട് വേണം ഇതിനെ കാണുവാനായിട്ട്. ഇവിടെ ചാപ്പലിൽ ദിവസം മുഴുവനും ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ച് പ്രാർത്ഥന നടക്കാറുണ്ട്. അതിൻ്റെ മുമ്പിൽ എല്ലാവരും എല്ലാ സമയവും ഇമേഴ്സും സ്റ്റാഫും എല്ലാവരും കൂടെ കൂടിയിരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഒത്തിരി വയലൻ്റായിട്ട് വന്നിട്ടുള്ളവർ പോലും വലിയ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകളൊന്നും ഇവിടെ ഇല്ലെങ്കിൽ പോലും വളരെ വേഗം സുഖം പ്രാപിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് പോലും അതിശയം തോന്നാറുണ്ട്. ഇത്ര പെട്ടെന്ന് കൈയും കാലൊക്കെ കെട്ടി കൊണ്ടുവന്നിട്ടുള്ള ആൾക്കാർ പോലും പെട്ടെന്ന് സുഖം പ്രാപിക്കുന്നത് ദിവ്യകാരുണ്യ ഈശോയുടെ ശക്തിയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരു സ്ഥാപനം എന്നതിലും ഉപരിയായിട്ട് ഒരു കുടുംബത്തെ പോലെയാണ് ഞങ്ങളെല്ലാവരും ഇവിടെ ജീവിക്കുന്നത്. എല്ലാവർക്കും ഡാഡിയും മമ്മിയും എല്ലാവരെയും അതിനു വേണ്ടിയിട്ടുള്ള എല്ലാവരെയും അതിനു വേണ്ടിയിട്ട് ഒരുക്കുന്നു. പ്രാർത്ഥനയിലും ഭക്ഷണത്തിലാണേലും പണി കാര്യങ്ങളിലും എല്ലാവരും ഒന്നിച്ച് മുന്നേറി ഈ സ്ഥാപനത്തെ ഒരു ഉന്നതങ്ങളിൽ എത്തിക്കുവാനായിട്ട് എല്ലാവരും കൂടി പരിശ്രമിക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പുരോഹിതൻ എന്ന നിലയിൽ, ഇവരുടെ ചാപ്ലൈൻ എന്ന നിലയിൽ ഇവിടെ വന്ന് ബലിയർപ്പിക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയിട്ടുള്ളത്. മറ്റ് നമ്മുടെ ഇടവകളിലൊക്കെ ഒരുങ്ങി നമ്മൾ ബലിയർപ്പിക്കുമ്പോഴുണ്ടാകാവുന്ന ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകാവുന്ന വളരെ ക്രമബദ്ധമായ പ്രതികരണങ്ങളോ ഭാഗഭാഗിത്വമോ ഒന്നും ഇവിടെ കാണാറില്ലെങ്കിൽ പോലും ഏറ്റവും സന്തോഷത്തോടെ ബലിയർപ്പിക്കാൻ സാധിക്കുന്നത് ഈ മക്കൾക്ക് വേണ്ടി ബലിയർപ്പിക്കുമ്പോഴാണ്. അങ്ങനെ ഞാൻ ഇവരുടെ ഈ ചാപ്ലൈനായിട്ട് അതോടൊപ്പം തന്നെ ഇവരുടെ ശുശ്രൂഷയിൽ പങ്കുചേരാനൊക്കെ എനിക്ക് സാധിക്കുന്നതിന് ഞാൻ തമ്പുരാൻ നന്ദി പറയുന്നു. കുട്ടപ്പൻ ചേട്ടൻ അറിയാം, ഈ ഒരു ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകാൻ മാനുഷിക ശക്തി കൊണ്ടോ കഴിവ് കൊണ്ടോ സാധിക്കുകയില്ല. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞ പൗലോസ്ലിഹായെ പോലെ ദിവ്യകാരുണ്യനാഥന്റെ മുമ്പിൽ അതിരാവിലെ പ്രാർത്ഥനയോടെ കുട്ടപ്പൻ ചേട്ടൻ തൻ്റെ ദിനചര്യകൾ തുടങ്ങും. ദിവ്യകാരുണ്യ ആരാധനയും പ്രാർത്ഥനയും ദൈവാശ്രയവും മാത്രമാണ് സിയോൻ ആശ്രമത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 300-ലധികം വരുന്ന അഗതികൾക്കും ആലംബഹീനർക്കും ഡാഡിയും മമ്മിയുമായി അവരെ സ്നേഹിച്ച് ശുശ്രൂഷിച്ച് കുട്ടപ്പൻ ചേട്ടനും മേരി ചേച്ചിയും തങ്ങളുടെ ചെറുജീവിതം അവർക്കായി ഒരു സ്നേഹ സമ്മാനമായി നൽകുന്നു. ഡാഡിയുടെയും മമ്മിയുടെയും 300 മക്കൾക്ക് ജാതിയുടെയോ മതത്തിൻ്റെയോ ദേശത്തിൻ്റെയോ ഭാഷയുടെയോ വ്യത്യാസമില്ല. I am very happy about the services rendered by Paulos in the Sion Ashram, very close to Dharmasthala. The one service that is rendered by Sion Ashram is very unique. We have been talking about destitutes, we are talking about mentally ill, and also the unfortunate ones who are not attended by even family or society. But I am really proud to say that Paulus took charge of this ashram in a very remote place, which is about 25 kilometers from Dharmasthala. And since then he has developed a ashram for all these unfortunate ones. They are real unfortunate ones because sometimes God is unkind to them, their family is unkind to them, society is unkind to them, and even the government is totally unkind to them. So, such private efforts to take care of these unfortunate ones are the most holy work. അഗതികളുടെ അമ്മയായ വിശുദ്ധ മദർ തെരേസ ഒരിക്കൽ പറഞ്ഞു, ഭക്ഷണത്തിനായുള്ള വിശപ്പിനേക്കാൾ വലുതാണ് സ്നേഹത്തിനായുള്ള വിശപ്പ്. കുട്ടപ്പൻ ചേട്ടനും കുടുംബവും പറയും, സിയോൻ ആശ്രമം തുടങ്ങിയത് ഞങ്ങളുടെ സ്വന്തം വീട്ടിലാണ്, സ്വന്തം കുടുംബത്തിലാണ്. ഇന്നും ഇത് ഞങ്ങളുടെ കുടുംബം തന്നെയാണ്. ഇവിടുത്തെ ഓരോ അന്തേവാസികളും ഞങ്ങളിൽ ഒരുവനാണ്, ഞങ്ങളുടെ സഹോദരങ്ങൾ മാത്രം. സിയോൻ ആശ്രമം അവർക്ക് ഭക്ഷണവും മരുന്നും കിടക്കാൻ ഒരിടവും കൊടുക്കുന്ന സ്ഥാപനമല്ല. ഇത് ഞങ്ങളുടെ കുടുംബമാണ്. ഇവിടെ ഞങ്ങൾ ഈശോയുടെ മുഖം അവരിൽ കാണുന്നു.
ഈശോയ്ക്ക് ഏറ്റവും നല്ലത് എല്ലായ്പ്പോഴും നൽകാനുള്ള അക്ഷീണ ശ്രമത്തിലാണ് കുട്ടപ്പൻ ചേട്ടനും മേരി ചേച്ചിയും കുടുംബാംഗങ്ങളും. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. കായലരികത്ത് വലയെറിഞ്ഞപ്പോ വളകിലുക്കിയ സുന്ദരി പെണ്ണ് കെട്ടാൻ കുറിയെടുക്കുമ്പോ ഒരു നെറുക്കിനു ചേർക്കണേ. കണ്ണീർ കായലിലേതോ ഒരു കടലാസിന്റെ തോണി, അലയും കാറ്റിലുലയും രണ്ട് കലയും ദൂരെ ദൂരെ. ഏ ദോസ്തി हम नहीं तोड़ेंगे. അള്ളാന്റെ ഉമ്മ പൊല്ലാപ്പു വേണ്ട 5000 കൊടുക്കാം, അതിനൊത്ത പണം അവൻ മഹറായി തന്നാൽ നിക്കാഹ് പൊടി പൊടിക്കാം. 1 way ticket in the blue, who is the black sheep? അത് യാർ യാർ യാർ.